പീപ്പിൾ എക്സ്ക്ലൂസീവ് ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ അമൃതാനന്ദമയുടെ പഴയ പ്രസ്താവന പീപ്പിളിന് യുവതികളും ശബരിമലയിൽ പ്രവേശിക്കണമെന്നതാണ് തന്റെ ആഗ്രഹം. വിശ്വാസമുള്ള ആരെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നും എന്റെ സങ്കല്പത്തിലെ ഈശ്വരന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്നുമായിരുന്നു അമൃതാനന്ദമയുടെ പ്രസ്താവന. പുത്തരിക്കണ്ടത്തെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ശബരിമല കർമ്മസമിതി നടത്തിയ അയ്യപ്പ ഭക്ത സംഗമത്തിൽ മാതാ അമൃതാനന്ദമയി നടത്തിയ പ്രസംഗം ഇങ്ങനെ: ക്ഷേത്രങ്ങള് നമ്മുടെ സംസ്കാരത്തിന് തൂണുകളാണ്. ക്ഷേത്രം നമ്മുടെ സംസ്കാരത്തിന് തൂണുകളാണ്. നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ കളയുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ സംസ്കാരത്തെ നിലനിർത്തേണ്ട ആവശ്യമാണ്. എന്നാൽ ശബരിമല വിഷയത്തിൽ ഈ നിലപാടല്ലായിരുന്നു അമൃതാനന്ദമയി മുൻപ് സ്വീകരിച്ചതെന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിലുമുള്ള യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് 11 വർഷം മുൻപ് നടത്തിയ ഈ പ്രസ്താവന കൂടി ഒന്ന് കാണുക. എന്റെ ആഗ്രഹം എല്ലാരെയും കയറ്റണമെന്നാണ് എന്റെ സങ്കല്പം. അവര് പിന്നെ ശുദ്ധാശുദ്ധിയൊക്കെ പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ. അവിടെ തുപ്പരുത്. കാരണം ഒരു വിശ്വാസി ഇപ്പൊ ക്ഷേത്രത്തെ പരിസരത്ത് തുപ്പാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും ചെയ്യാതിരിക്കുള്ളൂ. അപ്പോൾ വിശ്വാസികളെ വൃത്തിയെ കൊണ്ടുവരികയുള്ളൂ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. എല്ലാവരും കയറ്റണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വിശ്വാസമുള്ളവർക്ക് കയറാം. ഞാനൊരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മതി. അല്ല പിന്നെ അവിടെ എന്ത് കയറിയിട്ട് എന്ത് നേടാനാണ്? അതായിരിക്കും അങ്ങനെ പറയാം. എനിക്കറിഞ്ഞൂടാ. എന്റെ ആഗ്രഹം അങ്ങനെയാണ്, എന്റെ ചിന്താഗതി ഇങ്ങനെയാണ്, കയറ്റണമെന്നുള്ളതാണ്. പക്ഷെ എന്താണ് അവർ കൊണ്ടുവച്ച നിയമം? ഈ വൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വൃത്തി അല്ലെങ്കിൽ അവർ വൃത്തി കൊണ്ടുവരത്തില്ലല്ലോ. പൈസ എന്നതിന് ശേഷം മറ്റുള്ളവർക്ക് എന്റെ ഈശ്വരൻ സ്ത്രീ പുരുഷ വ്യത്യാസമുള്ള ഈശ്വരന് അല്ല എന്റെ സങ്കല്പം. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ അമ്പലങ്ങൾ ജനങ്ങളുടെ തീരുമാനമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിപ്പെട്ട് നമ്മൾ പറഞ്ഞാൽ എന്തുമാ. രണ്ട് പ്രസ്താവനകളിലെയും വിരുദ്ധമായ നിലപാടുകൾ ഈ വിഷയത്തിലെ അമൃതാനന്ദമയിയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് പ്രകടമാക്കുന്നത്. അമൃതാനന്ദമയിയെ ശബരിമല വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിൽ ആരുടെയെങ്കിലും ബാഹ്യസമ്മർദ്ദം ഉണ്ടായിരുന്നുവോ എന്നുകൂടി ഇതിലൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നിരവധി വിശ്വാസികളുള്ള അമൃതാനന്ദമയിയുടെ നിലപാട് ഇപ്പോൾ തന്നെ സമൂഹത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്. അമൃതാനന്ദമയി മഠത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSS നിലപാട് മാറ്റിയതുകൊണ്ടാണോ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ മാതാ അമൃതാനന്ദമയി മുൻ നിലപാട് തിരുത്തിയതെന്ന് കോടിയേരി. മാതാ അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. മാതാ അമൃതാനന്ദമയിയെ പോലൊരു മഹത് വ്യക്തിത്വം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. തിരുവനന്തപുരത്ത് BJP വിട്ടുവന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും സ്വീകരണം നൽകിയ പൊതുയോഗത്തിൽ വെച്ചാണ് കോടിയേരി ബാലകൃഷ്ണൻ അമൃതാനന്ദമയി മഠത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. മാതാ അമൃതാനന്ദമയിയെ പോലൊരു മഹത് വ്യക്തിത്വം RSSന്റെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് തെറ്റായ സന്ദേശം നൽകും. മാതാ അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. മഠത്തിനെതിരെ തങ്ങൾ നിലപാടെടുത്തിട്ടില്ല. മഠം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. 11 കൊല്ലം മുമ്പ് മാതാ അമൃതാനന്ദമയി സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി നടത്തിയ വാദഗതികൾ ഇപ്പോൾ എന്തുകൊണ്ട് മാറ്റുന്നു? ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അന്ന് അനുകൂലിച്ച മാതാ അമൃതാനന്ദമയി ഇപ്പോൾ മറ്റൊരു നിലപാടുമായി ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് RSS നിലപാട് മാറ്റിയതുകൊണ്ടാണോ എന്ന് സമൂഹം ചിന്തിക്കില്ലേ? മാതാ അമൃതാനന്ദമയി ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിണിയല്ലേ? മാതാ അമൃതാനന്ദമയിയുടെ അടുത്ത് എല്ലാ പ്രായപരിധിയിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും സന്ദർശിക്കാറില്ലേ? എന്നിട്ട് ബ്രഹ്മചര്യത്തിന് വല്ല അപകടം സംഭവിച്ചോ? അപ്പൊ അങ്ങനെയുള്ള മാതാ അമൃതാനന്ദമയിയെ പോലുള്ളൊരു വ്യക്തി, മഹത് വ്യക്തി, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൽ പിന്തുണ കൊടുക്കുമ്പോൾ ഇത് ശരിയായ സമീപനമാണോ എന്നവർ ആലോചിക്കട്ടെ. അയ്യപ്പ ഭക്ത സംഗമത്തിൽ മുൻ നിലപാട് തിരുത്തി സ്ത്രീ പ്രവേശനത്തെ എതിർത്ത സ്വാമി ചിദാനന്ദപുരിക്കെതിരെയും കോടിയേരി വിമർശനം ഉന്നയിച്ചു. ഒരു ചിദാനന്ദപുരി സ്വാമി, അദ്ദേഹത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിശ്ചയിക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം BJP ചേർന്നാൽ ശ്രീധരൻപിള്ള ഔട്ടായി പോകും. മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിമാർക്കെതിരായും സ്വാമിജി ആക്രോശിക്കുന്നത് കണ്ടില്ലേ? ഇതാണോ സ്വാമിമാരുടെ പരിപാടി? രാഷ്ട്രീയ പ്രസംഗ പരിപാടിയാണോ സ്വാമിമാർ ഏറ്റെടുത്തിട്ടുള്ളത്? പൊതുയോഗത്തിൽ വെച്ച് BJP വിട്ട് CPIMലേക്ക് എത്തിയ 51 പ്രവർത്തകർക്ക് കോടിയേരി സ്വീകരണം നൽകി. BJP സംസ്ഥാന സമിതി അംഗം വെള്ളനാട് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് CPIMലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ പ്രചരണത്തിനായി മാത്രം കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത് പദ്ധതി ഫണ്ടിന്റെ 56% തുക. പദ്ധതിക്കായി അനുവദിക്കപ്പെട്ട 648 കോടി രൂപയിൽ 365 കോടി രൂപയാണ് പരസ്യങ്ങൾക്കായി ചെലവഴിച്ചത്. ആകെ ഫണ്ടിന്റെ 25% സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾ വഴി വിനിയോഗിച്ചപ്പോൾ 19% ഫണ്ട് ഇപ്പോഴും വിനിയോഗിക്കാൻ അനുവദിക്കാതെ കിടക്കുന്നു. കുട്ടികളുടെ സ്ത്രീ പുരുഷ അനുപാതം കുറയുന്നത് തടയുമെന്ന പ്രഖ്യാപിത ലക്ഷ്യവും നടപ്പായില്ലെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഫണ്ടുകൾ പരസ്യത്തിനായി ചെലവഴിക്കുകയും താഴേക്കിടയിലേക്ക് ചെലവാക്കാത്തതും പദ്ധതിയെ പരാജയമാകാൻ കാരണമാകുകയാണ്. കുട്ടികളുടെ സ്ത്രീ പുരുഷാനുപാതം കുറയുന്നത് തടയുക, പെൺകുട്ടികളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കുക ഇവ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ 2015 ജനുവരിയിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി കൊണ്ടുവന്നത്. പദ്ധതിയുടെ പ്രചരണം മാത്രമാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്നും ഫണ്ടുകൾ ഫലപ്രദമായി താഴേക്കിടയിൽ വിനിയോഗിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന കണക്കുകൾ. വനിതാ ശിശുവികസന സഹമന്ത്രി വീരേന്ദ്രകുമാർ ജനുവരി 4 ലോക്സഭയിൽ നൽകിയ മറുപടി പ്രകാരം പദ്ധതി തുടങ്ങിയത് മുതൽ ഇതേവരെ അനുവദിച്ച 648 കോടി രൂപയിൽ പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചത് 364 കോടി 66 ലക്ഷം രൂപയാണ്. ആകെ അനുവദിച്ച ഫണ്ടിന്റെ 56% വരുമിത്. ബാക്കിയുള്ള ഫണ്ടിന്റെ 24.5% സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾ വഴി വിനിയോഗിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 159 കോടി 18 ലക്ഷം രൂപ. ഇതൊന്നും കൂടാതെ 19.16% ഫണ്ട് ഇതേവരെ ചെലവഴിച്ചിട്ടില്ലെന്നും കണക്കുകൾ പറയുന്നു. 2018-19 വർഷത്തിലാണ് പദ്ധതിക്ക് കൂടുതൽ തുക വകയിരുത്തിയത്, 280 കോടി രൂപ. ഇതിൽ പരസ്യത്തിന് ചെലവഴിച്ചത് 155 കോടി 71 ലക്ഷം രൂപയാണ്. ഇതിൽ തന്നെ 70 കോടി 63 ലക്ഷം രൂപ മാത്രമാണ് ഇതേവരെ ചെലവഴിച്ചത്. കുട്ടികളുടെ സ്ത്രീ പുരുഷാനുപാതം കുറയുന്നത് തടയുക എന്ന ലക്ഷ്യം ഫലപ്രദമായി നടപ്പിലായിട്ടില്ലെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. പദ്ധതി ഇതേവരെയായി നടപ്പിലാക്കിയ രാജ്യത്തെ 161 ജില്ലകളിൽ 53 ജില്ലകളിലും അനുപാതം കുറയുന്നുവെന്ന പഠനങ്ങളാണ് ഇതിനാധാരം. പദ്ധതി തുക വ്യാപകമായി പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുകയും താഴേക്കിടയിൽ നൽകാത്തതുമാണ് പദ്ധതി പരാജയത്തിലേക്ക് നീങ്ങുന്നതിന് പിന്നിലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ ധർമ്മടം മണ്ഡലത്തിൽ കുടുംബശ്രീ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിലേക്ക് UDF സർക്കാർ സ്വീകരിച്ചത് ഒരു നാട് എത്ര പുരോഗമിച്ച നാടായാലും കാലാനുസൃതമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് കാലത്തിന് പറ്റിയ രീതിയിലുള്ള പുരോഗതി നേടാൻ കഴിയില്ല. ഇത് പല കാര്യങ്ങളിലും സംഭവിച്ചു. അപ്പൊ ഇനി കേരളം ഇവരുടെ കയ്യിൽ രക്ഷപ്പെടില്ല എന്ന പൊതുബോധം നാടിനാകെ ഉണ്ടായി. അതിൻ്റെ കൂടി ഭാഗമായാണ് LDF ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയത്. LDFകാരല്ലാത്തവർ പോലും LDFനെ പിന്താങ്ങാനും സഹായിക്കാനും തയ്യാറായി. ഒരു പൊതുവികാരമുണ്ടായിരുന്നത് ഇവിടെ ഒന്നും നടക്കില്ല എന്നതാണ്. അത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മേലെയല്ല, ഒട്ടേറെ പ്രശ്നങ്ങൾ. ഒന്നും നടപ്പാക്കാൻ തയ്യാറാകാത്ത ഗവൺമെന്റ് സമീപനം. ഇതുകൊണ്ടാണ് ഇത്തരമൊരു പൊതുബോധമുണ്ടായത്. അതിലൊരു പ്രശ്നമായിരുന്നു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ ദേശീയപാത വികസനം എങ്ങനെ വേണം, അതിനെക്കുറിച്ച് കൃത്യമായ തീരുമാനമുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് തീരുമാനിച്ചത് ഏകണ്ഠമായിരുന്നു. ആ തീരുമാനം 45 മീറ്റർ വീതിയിൽ ദേശീയപാത വികസിപ്പിക്കണമെന്നാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ഫലമായി
നാട്ടിലുണ്ടായ പൊതുബോധം ഇവിടെ ദേശീയപാതയൊന്നും വികസിക്കാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ദേശീയപാത എന്ന് പറഞ്ഞാൽ അത് സാധാരണ റോഡിനേക്കാളും മോശമായ നിലയിലുള്ളതാണ്. ഇതിനൊന്നും മാറ്റം ഇവിടെ ഉണ്ടാവില്ല. ഈ ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടായത്. LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ദേശീയപാത വികസിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രകടന പത്രികയുടെ ഒരു പ്രത്യേകതയുണ്ട്. പ്രകടന പത്രിക നമ്മുടെ രാജ്യത്തിലെ വലതുപക്ഷ ശക്തികൾ പറയുന്നത് അത് നടപ്പാക്കാനുള്ളതല്ല, കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്നാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയവര് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് നടപ്പാക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രധാന നേതാക്കൾ പരസ്യമായി പറഞ്ഞ കാര്യം അതൊന്നും നടപ്പാക്കാനുള്ളതല്ല, അതൊക്കെ വെറും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ്. അപ്പോൾ പ്രകടന പത്രിക നടപ്പാക്കാനുള്ളതല്ല എന്ന വിചിത്രമായ വാദം അവർ പരസ്യമായി ഉന്നയിക്കുകയാണ്. ഇതാണ് വലതുപക്ഷ സമീപനമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നേരെ വിപരീതമായ സമീപനമാണ്. എന്താണോ പറയുന്നത് അത് നടപ്പാക്കുക. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നടപ്പായി എന്നത് നാട്ടുകാർക്ക് വിലയിരുത്തത്തക്ക രീതിയിൽ LDF ഗവൺമെന്റിന്റെ ഒരു വർഷം പൂർത്തിയായപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നാടിന്റെ മുൻപാകെ സമർപ്പിച്ചു. അത് രാജ്യത്തെ ആദ്യത്തെ സംഭവമായിരുന്നു. ഒരു ഗവൺമെന്റ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് നാട്ടിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ആ ഒരു വർഷം കൊണ്ട് അവസാനിച്ചില്ല. രണ്ടാമത്തെ വർഷവും നമ്മളത് ചെയ്തു. പക്ഷെ മൂന്നാമത്തെ വർഷത്തിൽ ചില പ്രയാസം വരാനിടയുണ്ട്. നമുക്ക് തയ്യാറാക്കാനുള്ള പ്രയാസമല്ല, പ്രസിദ്ധീകരിക്കാൻ പ്രയാസം വരാനിടയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണെങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണെങ്കിൽ ആ സമയം ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് കുറച്ചൊരു പ്രയാസമുണ്ടാകും. അത് കുറച്ച് ആഴ്ചകളുടേതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റും. ഇത് തുടർച്ചയായി LDF ഗവൺമെന്റ് സ്വീകരിച്ചു വരിക. അപ്പോൾ ദേശീയപാത വികസനം പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയൊരു കാര്യമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാർ നീങ്ങി. ഇതിൽ ഭൂമി എടുക്കുന്നതാണ് പ്രശ്നം. നമ്മൾ ചെയ്യേണ്ടത് അതാണ്, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അതാണ്. സംസ്ഥാന സർക്കാർ ഭൂമി നൽകേണ്ട ജനങ്ങളോട് പൊതുവിൽ പറഞ്ഞു, ഇത് നാടിൻ്റെ ഒരു ആവശ്യമാണ്, ചെയ്യാതെ പറ്റില്ല, വിഷമമൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിനാവശ്യമായ നഷ്ടപരിഹാരം നല്ല നിലക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും സഹകരിക്കണം. അതിന് നല്ല പ്രതികരണമാണ് ഉണ്ടായത്. ഇപ്പോൾ കേരളത്തിൽ ദേശീയപാത വികസനം നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുമില്ല. കാരണം ഏറെക്കുറെ സ്ഥലം എടുത്തു കഴിഞ്ഞു. നമ്മൾ കാസർഗോഡ് ഭാഗത്താണ് അതിൻ്റെ വികസനം തുടങ്ങുന്നത്. നീലേശ്വരം വരെയുള്ള ഭാഗം ഇപ്പം തന്നെ ടെൻഡർ ചെയ്യുകയാണ്. നേരത്തെ ടെൻഡർ ചെയ്യേണ്ടതായിരുന്നു, കേന്ദ്ര സർക്കാരിൽ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് വൈകിപ്പോയത്. ഇപ്പോൾ തലപ്പാടി ചെങ്കള നീലേശ്വരം ഈ രണ്ട് സെക്ടറും ടെൻഡർ ചെയ്യാൻ പോവുകയാണ്. ഇത് കേരളത്തിലാകെ നടക്കാൻ പോവുകയാണ്. സമയബന്ധിതമായി എരി തീർക്കുന്നതിന് വിഷമമുണ്ടാവില്ല.
അപ്പോൾ നടക്കില്ല എന്ന് കരുതിയ ഒരു ഭാഗം ഇതോടെ തീരുകയാണ്. ആ ചിന്ത തന്നെ നമുക്ക് നേരത്തെ നിരാശയിൽ കഴിഞ്ഞിരുന്നവർ നല്ല പ്രത്യാശയോടെ തന്നെ ഇതിനെ കാണാൻ പറ്റുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇവിടെ കൊണ്ട് മാത്രം നിൽക്കുന്നില്ല. ഇതുകൊണ്ട് മാത്രം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹൃതമാവില്ല. നമ്മുടെ റോഡുകൾ നന്നാക്കാനുള്ള പ്രവർത്തനം അതിനോടൊപ്പമുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ 2 പുതിയ ഹൈവേ വേണം എന്നാണ് സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായി 1267 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ, അത് മലയോരത്തൂടെ പോകുന്നതാണ്. അതോടൊപ്പം തന്നെ 657 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശ ഹൈവേ. അപ്പോൾ ഈ 2 ഹൈവേകൾ, ഒന്ന് മലയോര ഹൈവേ, ഒന്ന് തീരദേശ ഹൈവേ, പിന്നെ നാഷണൽ ഹൈവേ, ഇതെല്ലാം കൂടിയാകുമ്പോൾ നമ്മുടെ ഗതാഗത പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കാനാണ്. ഇവിടെ തീരദേശ ഹൈവേയും മലയോര ഹൈവേയും സംസ്ഥാന സർക്കാർ തന്നെ പണിയേണ്ടതാണ്. അതിൻ്റെ പണം സംസ്ഥാന സർക്കാർ ചെലവിടേണ്ടതാണ്. ഇത് രണ്ടിനും വേണ്ടി വരുന്ന നമ്മുടെ 10,000 കോടി രൂപ നമ്മുടെ സർക്കാർ തന്നെ ചെലവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ സമയബന്ധിതമായി തന്നെ ആ 2 വർക്കും പൂർത്തിയാക്കാനാകും എന്ന് തന്നെയാണ് കാണുന്നത്. ഇതോടൊപ്പം കുറേ കാലമായി കേരളം ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന കാര്യമാണ് ദേശീയ ജലപാത. അത് 599 കിലോമീറ്ററാണ്, കോവളം മുതൽ ബേക്കൽ വരെ. ഈ 600 മീറ്റർ വരുന്ന ജലപാത 1 കിലോമീറ്ററിൻ്റെ കുറവാണ്. 600 കിലോമീറ്ററാണ് യഥാർത്ഥത്തിൽ. 599 ആണല്ലോ. അപ്പോൾ 600 എന്ന് പറയുന്നതാണ് നമ്മുടെ സൗകര്യം. 600 കിലോമീറ്റർ നീളത്തിലൊരു ജലപാത എന്ന് പറയുന്നത് അത് നമ്മുടെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ കണ്ണിൽ അത്യപൂർവമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ അത് 2020 പൂർത്തിയാക്കാനാണ് പോകുന്നത്. അടുത്ത വർഷം അത് പൂർത്തിയാക്കും. അതിൻ്റെ നടപടികൾ ത്വരിതഗതിയിൽ നടക്കുക. ചിലത് ദേശീയ ജലപാതയുടെ ഭാഗമായി ചെയ്യേണ്ടതുണ്ട്, ചിലത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത്. 2 കൂട്ടരും നല്ല നിരക്ക് തന്നെ പ്രവർത്തനം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദേശീയ ജലപാതയുടെ ഭാഗമായിട്ടുള്ളവരെയും നേരത്തെ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. 2020 കോവളത്ത് നിന്ന് ബേക്കൽ വരെ ബോട്ടിൽ യാത്ര ചെയ്യാവുന്ന അവസ്ഥയുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? നല്ല നിലക്ക് ജലഗതാഗതം നടക്കും. ഇപ്പം നമ്മുടെ റോട്ടിലൂടെ പോകുന്ന പല സാധനങ്ങളും, ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വലിയ ടാങ്കുകളൊക്കെ റോഡിലൂടെയാണല്ലോ പോകുന്നത്. അത് ജലഗതാഗതം വഴി പോകാൻ പറ്റും. അത്തരത്തിലുള്ള നടപടികൾ ഒരു ഭാഗത്ത്. വേറൊന്ന്, നമ്മുടെ ടൂറിസ്റ്റുകൾ ഈ ജലപാത ഉപയോഗിക്കാൻ തയ്യാറാവും. അങ്ങനെ ടൂറിസ്റ്റുകൾ ഒറ്റയടിക്ക് ഓടിച്ചു പോവുകയല്ല ചെയ്യുക. ഇടയ്ക്ക് അവരൊന്ന് നിർത്താൻ സന്നദ്ധരാകും. അപ്പോൾ നാം ഉദ്ദേശിക്കുന്നത് 25 കിലോമീറ്റർ ഇടവിട്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വേണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിവിധ കാര്യങ്ങൾ ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുമ്പോൾ നാടിൻ്റെതായ വിവിധ കാര്യങ്ങൾ അവിടെ ഒരുക്കലാണ്. ഇപ്പോൾ നാടൻ കലാരൂപങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ പറ്റും. വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത് നല്ല താല്പര്യമുള്ളതായിരിക്കും. ഇപ്പം നമ്മുടെ കണ്ണൂർ ജില്ലയാകുമ്പോൾ നല്ല തോതിലുള്ള തെയ്യങ്ങളുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ ഒരു തെയ്യം കെട്ടിയാടുന്ന അവസ്ഥ വന്നാൽ വരുന്നവർക്കത് വളരെ താല്പര്യമുള്ളതായിരിക്കും. അതുപോലെ തന്നെ മറ്റ് കലാരൂപങ്ങൾ. ഇതിൻ്റെ കൂടെ നാടൻ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ കൈത്തറി, അവർ തുണി വാങ്ങുന്നതേ ഉള്ളൂ.
ഈ തുണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഒരു മഗ്ഗമിട്ട് നെയ്യുന്ന അവസ്ഥയുണ്ടായാൽ എങ്ങനെയാണ് ഈ തുണി ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാനാവും. അത് യഥാർത്ഥത്തിൽ അവർക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കും, ഈ പണിശാല കാണൽ. അതോടൊപ്പം തന്നെ ആ തുണി വാങ്ങാനും അവർ തയ്യാറാവും. ഇതിൻ്റെ കൂടെ തന്നെ മറ്റനേകം കരകൗശല ഉൽപ്പന്നങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ വിൽക്കാൻ നമുക്ക് സാധിക്കും. വിദേശത്ത് നിന്ന് അടക്കം വരുന്നവർക്ക് ഈ സാധനങ്ങളോട് നല്ല കമ്പമായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വിഭവം, നാടൻ വിഭവങ്ങൾ, അത് പൊതുവിൽ നല്ല അഭിപ്രായം ഇതിനകം തന്നെ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ പല വിദേശ നഗരങ്ങളിലും കേരള ഹോട്ടലുകൾക്ക് വലിയ താല്പര്യമാണ്. ആളുകൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. ആ രാജ്യക്കാർ തന്നെ വന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് നമ്മുടേതായ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന ഗുണം എന്താ? നാട്ടുകാർക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആസ്വാദ്യകരമായ അവസ്ഥയുണ്ടാകും. ഇതും ഇതിനോടൊപ്പം നമ്മൾ ഉദ്ദേശിക്കുക. നമ്മുടെ നാടിൻ്റെ റെയിലുമായി ബന്ധപ്പെട്ട കാര്യം, ട്രെയിനുകൾ നമ്മൾ പണ്ട് യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം തിരുവനന്തപുരത്തൊക്കെ പോകാൻ ഏറെക്കുറെ അതേ സമയം തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. ഇപ്പോൾ ഇരട്ടപ്പാതിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ സമയത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊരു വലിയ പരാതിയാണ് നമുക്കുള്ളത്. അപ്പോൾ എങ്ങനെ പരിഹാരം കാണും? നേരത്തെ ഒരു ആലോചന വന്നത് വലിയൊരു പദ്ധതി, അതിവേഗ റെയിൽവേ ലൈൻ ഉണ്ടാവുക. ഇതിനുള്ളൊരു പഠനം നടന്നിരുന്നു. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളത്, നമ്മൾ പൂർണ്ണമായി പ്രത്യേകമായൊരു ലൈനാണ് ഇടുന്നത്. അപ്പോൾ പ്രത്യേകമായൊരു ലൈൻ ഇടുമ്പോൾ ഈ ജനസാന്ദ്രതയുള്ള സ്ഥലം എന്ന നിലക്ക് വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വരും. അപ്പം അതൊഴിവാക്കുന്നതിന് നിലവിലുള്ള റെയിലുണ്ട്, മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുണ്ട്. ഈ നിലവിലുള്ള റെയിൽവേ ലൈനിന് സമാന്തരമായി റെയിൽവേ ലൈൻ ഇടുക. എന്നിട്ട് അതിവേഗത്തിന് പകരം ഒരു അത്ര വേഗതയല്ലാത്ത തീവണ്ടി ഓടുന്ന അവസ്ഥയുണ്ടാവുക. അങ്ങനെ വന്നാലുള്ളൊരു ഗുണം, ഇപ്പം അതിവേഗ ട്രെയിനാണെങ്കിൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത് 2 മണിക്കൂറിനുള്ളിൽ കണ്ണൂരെത്താൻ പറ്റും. നമുക്കൊരു 4 മണിക്കൂർ കൊണ്ട് എത്തുന്ന ട്രെയിനാവാം. അത് നമുക്ക് സാധ്യമാകുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുമായി ചർച്ച ചെയ്ത് നമ്മൾ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നൊരു കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. റെയിൽവേ തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു. നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത് തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ നീങ്ങും. ആ അവസ്ഥയിലാണ് കിടക്കുന്നത്. റെയിലിൻ്റെ കാര്യത്തിൽ ദീർഘകാലമായി നാടിൻ്റെ ഒരു സ്വപ്നമായി നിൽക്കുന്നതാണ് തലശ്ശേരി മൈസൂർ റെയിൽപാത. ഇപ്പം അതിന് കുറച്ച് ജീവൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് 247 കിലോമീറ്ററുള്ളൊരു പാതയാണ്. 3200 കോടി രൂപ ചെലവ് വരും. ആ ചെലവ് സംസ്ഥാന സർക്കാർ കൂടി വഹിക്കണം.
അപ്പോൾ സംസ്ഥാന സർക്കാർ കൂടി വഹിച്ചുകൊണ്ട് ആ ലൈൻ ആവാം എന്നാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ അനുമതിയായില്ല, എന്നാൽ ഏറെക്കുറെ കാര്യങ്ങൾ അനുകൂലമായാണ് നീങ്ങുന്നത്. ബാക്കി കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പരിഹരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം, ഈ യാത്രാ പ്രശ്നം ഇതുകൊണ്ട് മാത്രമാവില്ല. ഇപ്പോൾ റോഡ്, റെയില്, ജലഗതാഗതം എല്ലാമായാലും പൂർണ്ണമാവില്ല. കാരണം നമ്മുടെ ലക്ഷക്കണക്കിൽ സഹോദരങ്ങൾ പുറത്താണ് ജോലി ചെയ്യുന്നത്. അവർക്ക് നല്ല നിരക്ക് യാത്ര ചെയ്യാൻ വിമാന സൗകര്യം വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കി. കണ്ണൂർ വിമാനത്താവളത്തെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ഈ ഘട്ടത്തിൽ. യഥാർത്ഥത്തിൽ ആ വിമാനത്താവളത്തിൻ്റെ ആലോചന തുടങ്ങുന്നത് 1996 LDF ഗവൺമെൻറ് കാലത്താണ്. ഈ സ്ഥലം നിശ്ചയിച്ചു, വിമാനത്താവളത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങി. ആരും അത്തരമൊരു കാര്യത്തെ എതിർക്കാൻ തയ്യാറാവില്ല. പക്ഷെ അതിന് കഠിന എതിർപ്പുണ്ടായി. അന്നത്തെ കോൺഗ്രസ് ജനപ്രതിനിധികളായിട്ടുള്ളവരടക്കം ഇതിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ സർക്കാരിൻ്റെതായ വഴിക്ക് മുന്നോട്ട് പോയി സ്ഥലമെടുപ്പടക്കം ആരംഭിച്ചു. 2001 തെരഞ്ഞെടുപ്പിൽ UDF ആണ് അധികാരത്തിൽ വന്നത്. UDF പിന്നെ ഈ പ്രോജക്റ്റ് തിരിഞ്ഞു നോക്കിയില്ല, ഒന്നും ചെയ്തില്ല. അതിൻ്റെ ഫലമായി നേരത്തെ എവിടെയാണോ എത്തിയത് അവിടെ നിന്നു. പിന്നീട് അതിന് ചലനം വരുന്നത് 2006 LDF ഗവൺമെന്റ് വന്നപ്പോഴാണ്. വീണ്ടും സ്ഥലമെടുപ്പും മറ്റു പ്രവർത്തനങ്ങളും ആരംഭിച്ചു. 2011 വീണ്ടും UDF വന്നു. ധർമ്മടം മണ്ഡലത്തിൽ കുടുംബശ്രീ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇതോടൊപ്പം തന്നെ ഉയർന്നു വന്നിരുന്ന ഒരു പരാതിയായിരുന്നു കണ്ണൂരിൽ നിന്ന് വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ചാർജ് ഈടാക്കുന്നു. എയർ ഇന്ത്യയാണ് ഇപ്പോൾ ഓടുന്നത്. അത് കോഴിക്കോടോ കൊച്ചിയോ ഉള്ള ചാർജ് പോലെയല്ല, കൂടുതൽ ചാർജാണ് ഇവിടുന്ന് ഈടാക്കുന്നത് എന്നൊരു പരാതി യാത്രക്കാരിൽ നിന്ന് വന്നു. ഞങ്ങൾ ആ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി. എയർ ഇന്ത്യയുടെ അധികൃതർ എവിടെ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞു ആ കാര്യം പരിഹരിക്കും, ഒരു തരത്തിലും അധിക ചാർജ് ഈടാക്കില്ല, സാധാരണ ചാർജ് മാത്രമേ ഈടാക്കൂ എന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തു. വിമാനത്താവളങ്ങൾ വിദേശത്തുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. ഇപ്പൊ ആഭ്യന്തര യാത്രയും നല്ലതുപോലെ വർദ്ധിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നമ്മൾ ഒരു വിമാനത്താവളത്തിന്റെ കാര്യവും കൂടി ആലോചിക്കുന്നുണ്ട്. അത് ശബരിമലയിൽ ധാരാളം ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നവരാണ്. അവരിൽ പലർക്കും വിമാനയാത്ര നടത്താൻ കഴിഞ്ഞാൽ അത് വലിയ സൗകര്യമായിട്ട് വരും. അത് കണ്ടുകൊണ്ട് ഒരു ശബരിമല കേന്ദ്രമാക്കിയൊരു വിമാനത്താവളം, അതിന്റെ പ്രാഥമികമായ പഠനം നടക്കുകയാണ്. ഒരു ഭാഗം നടന്നു. സർക്കാർ അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ ടൂറിസത്തിന്റെ ഭാഗമായി വലിയ വികസനമാണ് വരുന്നത്. അതിലൂടെ ധാരാളം ആളുകൾ ഓരോ പ്രദേശത്തും എത്തുക. അപ്പൊ അതിലൊരു കേന്ദ്രമാണ് വയനാട്.
വയനാട്ടിൽ ടൂറിസ്റ്റുകൾക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ പ്രത്യേക സൗകര്യങ്ങളില്ല, പ്രത്യേക വിമാന സൗകര്യങ്ങളില്ല. അവിടെ ഒരു എയർ സ്ട്രിപ്പ് ആയാൽ എന്താണ് എന്ന് സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. സാധാരണ വിമാനത്താവളമല്ല, എന്നാൽ ചാർട്ട് ചെയ്ത വിമാനങ്ങൾക്ക് അവിടെ വന്നിറങ്ങാൻ പറ്റും. ആ തരത്തിലൊരു എയർ സ്ട്രിപ്പ് അവിടെ നല്ലതാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കൽ വലിയ തോതിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കേന്ദ്രമാണ്. അതുമായി ബന്ധപ്പെട്ടു എയർ സ്ട്രിപ്പ് നല്ലതാണെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ആ തരത്തിൽ ബന്ധിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കുകയാണ്. ഇതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്നൊരു നിലപാടിലേക്ക് ആളുകൾ എത്താനിടയാക്കിയ സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗെയിൽ പൈപ്പ് ലൈനിന്റെ പ്രശ്നം. കൊച്ചിയിൽ പെട്രോനെറ്റ് LNG വരാൻ ആലോചന തുടങ്ങിയത് 1996 ആ കാലത്ത് 2 വർഷം വൈദ്യുതി മന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ. ആ സന്ദർഭത്തിൽ ഇവരുമായുള്ള പ്രാഥമിക ചർച്ച നടത്തിയത് ഞാൻ ഓർക്കുക. കൊല്ലത്തിലെയും ഇപ്പോഴും പഴയ നിലയിൽ തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. എന്നാൽ നമ്മളോടൊപ്പം ഈ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങൾ അവരൊക്കെ പണ്ടേ അത് പൂർത്തിയാക്കി കഴിഞ്ഞു. ദശാബ്ദങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. ഇത്തരമൊരു നില നമ്മുടെ നാട്ടില് അങ്ങേയറ്റം നിഷേധാത്മകമായ ഒരു പ്രവണതയാണ് ഉണ്ടാക്കിയത്. നാട്ടിന് വളരെ ആവശ്യമുള്ളൊരു കാര്യവും ഇവിടെ നടക്കില്ല എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. എന്താ കാര്യം? കാര്യം വളരെ നിസ്സാരാണ്. കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു പൈപ്പ് ലൈൻ പോകണം, 444 കിലോമീറ്റർ. ആ പൈപ്പ് ലൈൻ പോകാനുള്ള സ്ഥലം വേണം. അതിന് നേരത്തെ സർക്കാർ ഒരു നടപടിയെടുത്തില്ല. ഒരു നടപടി എടുക്കാതിരുന്നതിന്റെ ഭാഗമായിട്ട് ഗെയിലുകാർ എല്ലാം അവസാനിപ്പിച്ച് പോകുന്ന നിലയായി. അപ്പോഴാണ് LDF സർക്കാർ വന്നത്. ഇത് നമ്മുടെ നാടിന് ഒഴിച്ചുകൂടാത്തൊരു കാര്യമായതുകൊണ്ട് സ്ഥലം നൽകേണ്ടവരോട് പൊതുവായൊരു അഭ്യർത്ഥന നടത്തി. ഇപ്പോ പ്രളയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പദ്ധതി നേരത്തെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാകുമായിരുന്നു. ഏകദേശം ഉദ്ഘാടന ഘട്ടത്തിലേക്ക് എത്തിയതാ. പ്രളയം പലതും നശിപ്പിച്ച കൂട്ടത്തിൽ ഇതിനും കുറച്ച് നാശങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം പുതുക്കി വീണ്ടും ഉദ്ഘാടന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ ആർക്കും പരാതിയില്ല. ഇത് വന്നാലുള്ള ഗുണമെന്താ? ഇപ്പൊ നമ്മള് അടുക്കളയിൽ പാചകാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാചകവാതകം ഉണ്ടല്ലോ, ഈ ഗ്യാസ് ഉപയോഗിച്ചാല് 30% വിലക്കുറവുണ്ടാകും. അപ്പോ കുടുംബത്തിന്റെ ചെലവിടുന്നതിൽ നല്ല ആദായം ഉണ്ടാവും. ഇക്കാര്യത്തിൽ മൊത്തത്തിലെടുത്താൽ വലിയ സംഖ്യ നാടിൽ ലാഭിക്കാനാവും. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി ഇത്തരത്തിൽ എല്ലായിടങ്ങളിലും വീടുകളിൽ ഗ്യാസ് വിതരണം ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. കേരളത്തിലാകെയല്ല, ഈ ലൈൻ പോകുന്ന പൈപ്പ് ലൈൻ പോകുന്ന ആ പ്രദേശത്ത് നിന്ന് ഗ്യാസ് എടുത്ത് വിതരണം ചെയ്യാൻ പറ്റുന്ന പ്രധാന കേന്ദ്രങ്ങൾ. ഇതൊരു ഭാഗം. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഓടുന്ന ഓട്ടോറിക്ഷകൾ, അതിൻ്റെ ഇന്ധനം ഈ ഗ്യാസാക്കിയാൽ ഒരു ഭാഗത്ത്
നല്ല പ്രകൃതി സൗഹൃദ നിലയാവും, പാരിസ്ഥിതിക അനുകൂല നിലയാവും. എന്നാൽ അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നയാൾക്കുള്ള ചെലവ് 30-35% കുറവ് വരും. അത് ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പോക്കറ്റിലേക്ക് പോകും. ആ മിച്ചം ഇതിനു പുറമെ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. വ്യവസായത്തിനും ഇത്തരത്തിലുള്ള കുറവ് വരും. ഇതോടൊപ്പം വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയും ഈ ഗ്യാസ് ഉപയോഗിക്കാം ആവശ്യമാണെങ്കിൽ. ഇപ്പോൾ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു പദ്ധതി, കൂടംകുളം ആണവ നിലയം. എല്ലാവരും അതിനെക്കുറിച്ച് കേട്ടതാണ്. അതിൽ നിന്ന് ഒരു ഭാഗം, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ ഒരു ഭാഗം നമ്മുടെ കേരളത്തിനുള്ളതാണ്, കേരളത്തിന് ലഭിക്കേണ്ടതാണ്. വൈദ്യുതി തരാൻ അവർ തയ്യാറാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, വൈദ്യുതി വഹിച്ചു കൊണ്ടുവരാനുള്ള ലൈനില്ല. സാധാരണ ലൈൻ പോരാ. ഇത് 400 kV ലൈനാണ് വേണ്ടത്. മൊത്തം 310 കിലോമീറ്റർ. അതിങ്ങനെ വന്നു കോട്ടയം അവിടെ എത്തിയപ്പോൾ പിന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. അതിന് വലിയ തടസ്സം. ഇതിൻ്റെ ആദ്യത്തെ പഠന ഘട്ടത്തിൽ തന്നെ തടസ്സം. കാരണം കുറച്ച് റബ്ബർ മരം മുറിക്കണം, അത് തൊടാൻ പറ്റില്ല എന്ന ആളുകൾ. അപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യണ്ടേ? ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. അവസാനം ഈ പണി ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ അവരവസാനിപ്പിച്ച് പോകുന്ന നിലയായി. അപ്പോഴാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നത്. LDF സർക്കാർ ഈ ആളുകളോട് പറഞ്ഞു, ഇത് നാടിന് ആവശ്യമുള്ളൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലേക്ക് വൈദ്യുതി വരാനുള്ളതാണ്, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. കുറച്ച് വിഷമമുണ്ട് മരം മുറിക്കേണ്ടത്, അതിന് നഷ്ടപരിഹാരം നല്ല രീതിയിൽ ഉറപ്പാക്കാം, സഹകരിക്കണം. പക്ഷെ അതിനൊന്നും അവർ സന്നദ്ധമായില്ല. അവര് ഇതിനെ എതിർക്കുന്ന നില തന്നെ. അപ്പൊ എതിർക്കുന്ന നില വന്നാൽ മറ്റ് നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്ന് തോന്നുന്നു, അവരോട് പറയുകയുണ്ടായി. പക്ഷെ ഇതെല്ലാം അത്ര കണ്ടതാണ് എന്ന മട്ടിലുള്ള നിലപാടാണ് അവരുടെ ഭാഗത്തുണ്ടായി. ഏതായാലും ഈ പദ്ധതി നടപ്പാക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചു. അപ്പോൾ എതിർക്കാൻ ആളുകൾ വന്നു. അപ്പോൾ സ്വാഭാവികമായും നടപടി അവരുടെ നേർക്കുണ്ടായി. പിന്നെ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയായി അവർക്ക്. ഇപ്പോ മൊത്തം 447 ടവറാണ് വേണ്ടത്. ഈ 447 ടവറിൽ 428 എണ്ണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അത് പൂർത്തിയാക്കാൻ പറ്റുമെന്നർത്ഥം. ബാക്കിയുള്ളത് വേഗം പൂർത്തിയാക്കാൻ പറ്റും. ഇതാണ് കേരളത്തിന്റെ പൊതുവായ സ്ഥിതി. കുറേ പദ്ധതികളുടെ കാര്യം പറഞ്ഞല്ലോ. ഇതിലോരോന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന നിലപാടിലായിരുന്നു നമ്മുടെ നാട്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്നിടത്തെത്തിയത്. ഇതിനാണിപ്പോൾ മാറ്റം വന്നിട്ടുള്ളത്. ഈ ചിന്ത മാറി എല്ലാവരും ഇവിടെ എന്തെല്ലാം ഒന്നും നടക്കില്ല എന്ന് ആലോചിച്ചിരുന്ന സ്ഥാനത്ത് ഇവിടെ കാര്യങ്ങൾ നടക്കും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും കൊണ്ടാണ്. നാടാകെ ഈ പഴയ അവസ്ഥ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന നിലയുണ്ട്. നാം കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം. കാലാനുസൃതമായ നാടായി കേരളം മാറണം. അതിനോരോ രംഗത്തും പുരോഗതി വേണം. കാലാനുസൃതമായ ഒട്ടേറെ നടപടികൾ അതിന് വേണം. ഈ ചിന്ത പൊതുവെ നാടിനുണ്ടായി.
അതിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ കൂടെ സർക്കാരിൽ നിന്നും ഇത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെതാണ് പ്രശ്നം. വികസനം എങ്ങനെയാ? LDFന് അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ പല വികസന മോഡലുകളുണ്ട്. രാജ്യത്ത് ചില സംസ്ഥാനങ്ങൾ എടുത്താൽ ഒരു മഹാനഗരം ഉണ്ടാവും. ആ സംസ്ഥാനത്തിന്റെ വികസനം മുഴുവൻ ആ നഗരത്തിലാണ്. ആ നഗരത്തിന് പുറത്തു പോയാൽ പിന്നെ ഒന്നുമില്ല. ഉള്ള മറ്റു സ്ഥലങ്ങളെല്ലാം വളരെ പിന്നോക്കാവസ്ഥയിലായിരിക്കും. പിന്നെ ചിലര് ചില പ്രത്യേക മേഖലകൾ മാത്രം വികസിപ്പിക്കാൻ താല്പര്യമുള്ളവരാണ്. നമ്മൾ ആ നിലയല്ല എടുക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞു, സാമൂഹ്യ നീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയും സമഗ്രവുമായ വികസനമാണ് നാം ആഗ്രഹിക്കുന്നത്. ഈ വികസനമാണ് നാം ഉറപ്പുവരുത്തുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ മേഖലയും വികസിക്കണം. ആ വികസനത്തിന്റെ ഭാഗം എല്ലാവരിലേക്കും എത്തണം. ഏതെങ്കിലും ഒരു കൂട്ടർ മാത്രം ഭാഗ്യവാന്മാര്, മറ്റെല്ലാവരും നിർഭാഗ്യവാന്മാർ എന്ന അവസ്ഥയല്ല. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ മിഷനുകൾ പറഞ്ഞിരുന്നത്. ആ മിഷനുകളിൽ എല്ലാം പ്രധാനപ്പെട്ട മിഷനുകളാണ്. ഒന്ന് ഹരിത കേരള മിഷൻ. 4 മിഷനുകളാണ് നമ്മൾ പറഞ്ഞത്. ഹരിത കേരള മിഷന്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഭാഗം പറഞ്ഞത് നമ്മുടെ പരിസരമാകെ വൃത്തിയായി വെക്കുക, നമ്മുടെ നാടാകെ മാലിന്യമുക്തമാവുക, നമ്മുടെ തോടുകള്, കുളങ്ങള്, നീർറവുകള്, നദികള് എല്ലാം മാലിന്യമുക്തമാവുക. ഇക്കാര്യത്തിൽ ഒട്ടേറെ നടപടികൾ നമ്മൾ സ്വീകരിച്ചു. ഉറവിട മാലിന്യ സംസ്കരണമാണ് നമ്മൾ പ്ലാനിട്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, 2 ലക്ഷം വീടുകളിൽ ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിലാണ് ഇതിലിടപെടുന്നത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ല. എന്നാൽ ചിലയിടത്ത് വലിയ ജനസാന്ദ്രതയാണ്, അതിനനുസരിച്ച് മാലിന്യവും വർദ്ധിക്കും. ഇപ്പോൾ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇങ്ങനെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ, അവിടങ്ങളിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം കൂടി വേണ്ടി വരും. അതിനും സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരിക. ഒരു പൊതുബോധം നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മാലിന്യം എവിടെയും വലിച്ചെറിയേണ്ടത് അല്ല എന്ന തോന്നലിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നാം കണ്ടതാണ് വെള്ളത്തിൻ്റെ ശുദ്ധി വീണ്ടെടുക്കൽ. നല്ല വെള്ളം, സാധാരണക്ക് കോരി കുടിക്കാവുന്ന വെള്ളം നമ്മൾ തന്നെയാണ് മലിനമാക്കിയത്. ചിലയിടങ്ങളിൽ പണ്ട് നദി ഉണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണൊക്കെ ഇട്ട് മൂടിക്കളഞ്ഞു. അങ്ങനെയുള്ള നദികൾ, വരട്ടാറടക്കം 10 നദികൾ നമ്മുടെ കേരളത്തിൽ പുനർജീവിപ്പിച്ചു. സർക്കാർ അല്ല ഇത് ചെയ്തത്, നാട്ടുകാരാണ് ചെയ്തത്. നാട്ടുകാരാകെ അതിനുവേണ്ടി ഇറങ്ങി, കൂടെ സർക്കാരിൽ നിന്നു. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. എന്നാൽ ബാക്കിയുള്ള നദികളുണ്ട്. ആ നദികളുടെ കാര്യത്തിൽ അവ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനം
സർക്കാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ തോടുകൾ, മാലിന്യം നിറഞ്ഞ തോട് നല്ലതുപോലെ വൃത്തിയാക്കുന്ന നടപടികൾ പലയിടത്തും സ്വീകരിച്ചിട്ടുണ്ട്. പുതിയ തോട് വെട്ടിയെടുക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നാട്ടിലുള്ള കുളം, കിണർ, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പ്രവർത്തന പദത്തിൽ എത്തിക്കണമെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ കനാലുകൾ പലതും നല്ല രീതിയിൽ വീണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. കുളത്തിന്റെ കാര്യത്തിൽ 6000-ഓളം കുളങ്ങളാണ് നമ്മൾ നിർമ്മിച്ചത്. കിണർ 4500 കിണർ നവീകരിക്കാനായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇടപെടൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല. ഇനിയും ബാക്കിയുള്ളത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കണ്ടതാണ് കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പൊ നാടിൻ്റെ വികസനത്തിൽ കൃഷി അഭിവൃദ്ധിപ്പെടാതെ ഒരു വികസനം ഇവിടെ നടക്കില്ല. കാരണം ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് കൃഷി. അപ്പോൾ കൃഷി മെച്ചപ്പെടണം. പ്രകടമായ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 25,000 ഹെക്ടർ അധിക നെൽകൃഷി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അരിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്കൊന്നും നമ്മൾ എത്തുന്നില്ല. പക്ഷേ ഇത് വലിയ മാറ്റമാണ്. 25,000 ഹെക്ടർ അധിക നെൽകൃഷി ചെയ്യുക എന്നുള്ളത്. മറ്റൊരു പ്രത്യേകത, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ ഒരു സോഷ്യലിസ്റ്റ് മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തരിശുരഹിതമായിരിക്കും. അങ്ങനെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തരിശുരഹിത തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായി മാറുന്ന നില പലയിടത്തും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി വാങ്ങിക്കഴിച്ച് ശീലിച്ചവരായിരുന്നു. പണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നെങ്കിലും ഇടയ്ക്ക് നമ്മുടെ ആ ശീലം തന്നെ വിട്ടുപോയിരുന്നു. ഏതായാലും നല്ല ഇടപെടൽ ആ കാര്യത്തിലുണ്ടായി. ജൈവ പച്ചക്കറി കൃഷി നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. വീട്ടുവളപ്പിൽ തന്നെ നല്ലതുപോലെ കൃഷി ചെയ്യുന്ന നിലയുണ്ടായി. വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്ന നില വന്നു. ഇതിൻ്റെയൊക്കെ ഫലം പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടാനാകും എന്ന പ്രതീക്ഷയിലേക്ക് നമ്മൾ എത്തി. പക്ഷെ ആ പ്രതീക്ഷ പൂർണ്ണമായില്ല. കാരണം പ്രളയം വന്നപ്പോൾ ഭൂമിയുടെ മട്ടയെ മാറ്റിക്കളഞ്ഞു. പലയിടത്തും പല നാശനഷ്ടങ്ങളും വിതച്ചു. ഇപ്പം നമ്മൾ വീണ്ടും ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടു കഴിഞ്ഞു. അവരവർക്ക് അല്പമെങ്കിലും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനാവണം എന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കാർഷിക രംഗം എടുത്താൽ ഈ വർഷം നമ്മൾ 3 കോടി വൃക്ഷത്തൈകളാണ് വിതരണം ചെയ്യാൻ തയ്യാറായിരുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ തെങ്ങിന് പ്രസിദ്ധമായ നാടാണല്ലോ കേരളം. പക്ഷെ അത് പണ്ടാണ്. നമ്മളെക്കാളും തെങ്ങിപ്പം മറ്റു പല സംസ്ഥാനങ്ങളിലുമാണ്.